Dear students, +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ ഒന്നാമത്തെ ചാപ്റ്ററായ റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിൻ്റെ ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ ടൈപ്പ് കൺവേർഷൻ വരെയാണ് ഡിസ്കസ് ചെയ്തത്. രണ്ടാം ഭാഗത്തിൽ ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. അപ്പോൾ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്സ്? അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് the smallest executable component or the smallest executable block in a C++ program. ഒരു C++ പ്രോഗ്രാമിൻ്റെ ഏറ്റവും ചെറിയ എക്സിക്യൂട്ട് ചെയ്യാവുന്ന എലമെൻറ്റിനെയാണ് അല്ലെങ്കിൽ ബ്ലോക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. റൈറ്റ്? അപ്പോൾ C++ പ്രോഗ്രാമിൽ വ്യത്യസ്തങ്ങളായ സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് ഹാഷ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെൻറ്റ്. ഹാഷ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെൻറ്റ്. റൈറ്റ്? ഇതിൻ്റെ വലതുഭാഗത്ത് തന്നെ നിങ്ങൾക്ക് ഒരു ഉദാഹരണം കാണാം. അതായത് ഹാഷ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെൻറ്റിന് ഉദാഹരണമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഹാഷ് ഇൻക്ലൂഡ് ആംഗിൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെഴുതി? ഹെഡർ ഫയൽ എന്നെഴുതി. അപ്പോൾ അതിന് മുന്നേ നമുക്ക്, അല്ലെങ്കിൽ ഇത് പറയുന്നതിന് മുമ്പേ നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് ആരാണ് ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹാഷ് ഇൻക്ലൂഡ് എന്നതിനെ വിളിക്കുന്ന പേരാണ് പ്രീ പ്രോസസ്സർ ഡിറക്റ്റീവ്. സോ ഹാഷ് ഇൻക്ലൂഡ് എന്നിവിടെ എഴുതിയതിനെ നാം വിളിക്കുന്ന പേരാണ് പ്രീ പ്രോസസ്സർ ഡിറക്റ്റീവ്. അപ്പോൾ എന്താണ് പ്രീ പ്രോസസ്സർ ഡിറക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ച്വൽ കമ്പൈലേഷൻ തുടങ്ങുന്നതിന് മുൻപേ ചില ഇൻസ്ട്രക്ഷൻസ് നൽകാൻ വേണ്ടിയാണ് നമ്മൾ പ്രീ പ്രോസസ്സർ ഡിറക്റ്റീവ്സിനെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്നതിന് മുൻപേ ചില ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യുന്നു? കമ്പൈലറിന് നൽകുന്നു. അതിനു വേണ്ടിയാണ് പ്രീ പ്രോസസ്സർ ഡിറക്റ്റീവ്സിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. അത്തരത്തിലുള്ള പ്രീ പ്രോസസ്സർ ഡിറക്റ്റീവിന് എക്സാമ്പിളാണ് ആര്? നമ്മൾ ഈ പറഞ്ഞ ഹാഷ് ഇൻക്ലൂഡ്. അപ്പോൾ ഇത്തരത്തിൽ വേറെയും പ്രീ പ്രോസസ്സർ ഡിറക്റ്റീവ്സ് നമ്മളെ പ്രോഗ്രാമിനകത്ത്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തുണ്ട്. നമ്മൾ ഹാഷ് ഡിഫൈൻ എന്നൊക്കെ കഴിഞ്ഞ വർഷം പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാഷ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മളത് ഉപയോഗിക്കുന്നത് ഹെഡർ ഫയലിനെ, നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ഹെഡർ ഫയലിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനാണ് ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്ന പ്രീ പ്രോസസ്സർ ഡിറക്റ്റീവിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹെഡർ ഫയൽസിനെ നമുക്ക് എന്ത് വേണം? നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം. അത് എന്താണ് ഹെഡർ ഫയൽ എന്നൊക്കെ കഴിഞ്ഞ വർഷം വളരെ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഹെഡർ ഫയൽസിനെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്ന പ്രീ പ്രോസസ്സർ ഡിറക്റ്റീവിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹാഷ് ഇൻക്ലൂഡിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. രണ്ടാമതായി നമ്മൾ കാണുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് നെയിം സ്പേസ് സ്റ്റേറ്റ്. അപ്പോൾ അതിന് ഉദാഹരണമാണ് നമ്മൾ രണ്ടാമത്തെ ലൈനായിട്ട് പ്രോഗ്രാമിൽ കാണും യൂസിങ് നെയിം സ്പേസ് std. അപ്പോൾ ഇതിൻ്റെയും ഒരു ഇമ്പോർട്ടൻസ് ഇതാണ്. നമുക്ക് ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള നെയിം സ്പേസ് അവൈലബിൾ ആണ്. അതിൻ്റെ പേര് സ്റ്റാൻഡേർഡ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചുരുക്കിയ രൂപമാണ് std എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് നെയിം സ്പേസ് ആണ് നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നെയിം സ്പേസ് എന്താണെന്നുള്ളതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിച്ചിരിക്കുന്ന നെയിം സ്പേസ് std ആണ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് നെയിം സ്പേസ് ആണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് രണ്ടാമത്തെ നെയിം സ്പേസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ കാണുന്ന വേറൊരു തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ പോയിന്റിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഒരു ചെറിയ ധാരണ വേണം. നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു ഐഡൻറ്റിഫയർ എന്താണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു ഐഡൻറ്റിഫയറും അത് ഉപയോഗിക്കുന്നതിന് മുമ്പേ ഇറ്റ് ഷുഡ് ബി ഡിക്ലെയർഡ് എന്നാണ് പറയുക. അത് ആരാണ്, ഈ പറയുന്ന ഐഡൻറ്റിഫയർ ആരാണ് എന്നുള്ള കാര്യം
നമ്മൾ മുന്നേ, അതായത് അത് ഉപയോഗിക്കുന്നതിന് മുൻപേ കമ്പൈലറിനോട് പറയേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഒരു പറച്ചിൽ അല്ലേ, എന്താണ് അല്ലെങ്കിൽ ആരാണ് ഞാൻ ഈ ഉപയോഗിക്കുന്ന ഐഡൻറ്റിഫയർ, ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ് ബേസിക്കലി നമ്മൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റുകളെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ അത് വേരിയബിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വേരിയബിൾ എന്ന് പറയുന്നത് ഐഡൻറ്റിഫയർ ആണ്. എന്താണ് വേരിയബിൾസ് ആർ ഐഡൻറ്റിഫയേഴ്സ് ഓഫ് മെമ്മറി ലൊക്കേഷൻസ്. മെമ്മറി ലൊക്കേഷൻസിൻ്റെ ഐഡൻറ്റിഫയർ, അതായത് മെമ്മറി ലൊക്കേഷൻ്റെ പേരാണ് ഇവിടെ എന്ത് പറയുന്നത്, വേരിയബിൾ. അപ്പോൾ ഐഡൻറ്റിഫയറിൻ്റെ പ്രത്യേകത നമുക്കറിയാം, യൂസർ ഡിഫൈൻ ടോക്കൺ ആണ്, യൂസർ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞ പോയിന്റ് ഓർക്കുക, ഇറ്റ് ഷുഡ് ബി ഡിക്ലെയർഡ് ബിഫോർ, എന്താണ് ഇവിടെ എഴുതിയിട്ടുണ്ട്, ദേ ഷുഡ് ബി ഡിക്ലെയർ. ഞാൻ പറഞ്ഞ പോയിന്റ്, ദേ ഷുഡ് ബി ഡിക്ലെയർ പ്രയർ ടു ദെയർ യൂസ് ഇൻ ദി പ്രോഗ്രാം. എന്ത് ചെയ്യണം, അതിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യണം, ആരാണെന്ന് പറയണം. എന്തിനു മുമ്പേ, യൂസ് ഇൻ ദി പ്രോഗ്രാം, പ്രയർ ടു യൂസ് ഇൻ ദി പ്രോഗ്രാം, പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നതിന് മുമ്പേ അതാരാണെന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ട്. നമുക്കൊരു എക്സാമ്പിൾ ഇവിടെയുണ്ട്, ഇൻറ്റ് സം. ഈ സം എന്ന് പറയുന്നതാണ് ഇവിടെ ആര്, നമ്മുടെ വേരിയബിൾ. ഇൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം, ഇൻറ്റ് ആരാണ്, ഡാറ്റ ടൈപ്പാണ്. അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് കൂടി ഒന്ന് മനസ്സിലാക്കണം. ആദ്യം നമ്മൾ ഡാറ്റ ടൈപ്പ് എഴുതും, ഒരു സ്പേസ് അവിടെ വിടും, ദെൻ വേരിയബിൾ നെയിം, ആ ഐഡൻറ്റിഫയറിൻ്റെ പേര്, ദെൻ സെമിക്കോളൻ. ഓക്കെ, അപ്പോൾ ഈ എഴുതിയിരിക്കുന്നത് എന്താണ്, ഒരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റിന് ഉദാഹരണമാണ്. ഇനി രണ്ടാമത്തെ താഴെ കാണുന്ന എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഡാറ്റ ടൈപ്പ് ഒന്ന് മാറി, ഫ്ലോട്ട് അല്ലേ, ഏരിയ എന്ന് എഴുതി, കോമ ഇട്ടു, ദെൻ റേഡിയസ് രണ്ടാമത്തെ വേരിയബിൾ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്, ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ വേരിയബിൾസിനെ വേണമെങ്കിൽ ഡിക്ലെയർ ചെയ്യാം. റൈറ്റ്, അപ്പോൾ അതിനുള്ള ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡാറ്റ ടൈപ്പ് എഴുതുന്നു, ഒരു സ്പേസ് വിടുന്നു, വേരിയബിളിൻ്റെ പേര് പറയുന്നു, കോമ. ശ്രദ്ധിക്കുക, ഇവിടെ സെമിക്കോളനായിരുന്നു, കാരണം ഇവിടെ നമുക്കൊരു വേരിയബിളേ ഉള്ളൂ. ഇവിടെ രണ്ട് വേരിയബിൾസ് ഉണ്ട്, സോ കോമ ഇട്ടു, രണ്ടാമത്തെ വേരിയബിളിൻ്റെ പേര് പറഞ്ഞു, ദെൻ അവസാനിച്ചു സെമിക്കോളൻ. ഇനിയും ഉണ്ടെങ്കിലോ വീണ്ടും കോമ ഇടുന്നു, അടുത്ത വേരിയബിളിൻ്റെ പേര്. അങ്ങനെ എത്ര വേരിയബിൾസിൻ്റെ പേര് വേണമെങ്കിലും അവിടെ എഴുതാവുന്നതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിങ്ങൾ എത്ര വേരിയബിൾസിൻ്റെ പേര് എഴുതുന്നോ അവർക്കെല്ലാം തന്നെ ഈ ഡാറ്റ ടൈപ്പ് കോമൺ ആണ്. അതായത് ഏരിയ എന്ന് പറയുന്ന ഈ വേരിയബിളിനും റേഡിയസ് എന്ന് പറയുന്ന ഈ വേരിയബിളിൻ്റെയും ഡാറ്റ ടൈപ്പ്, രണ്ടാളുടെയും ഡാറ്റ ടൈപ്പ് എന്തായിരിക്കും, ഫ്ലോട്ട് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ഓർക്കേണ്ടതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട അടുത്തൊരു കൺസെപ്റ്റാണ്, ഒരു ആശയമാണ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ. എന്താണ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ? അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഈ അണ്ടർലൈൻ ചെയ്ത ഭാഗം മാത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ഇൻറ്റ് എൻ. ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടു, ഇറ്റ്സ് എ വേരിയബിൾ ഡിക്ലറേഷൻ, റൈറ്റ്. അതിനുശേഷം എഴുതി ഇസീക്വൽ ടു എന്ന് പറഞ്ഞാൽ ആരാന്ന് നിങ്ങൾക്കറിയാം, ഇസീക്വൽ ടു ആരാണ്, അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ് അല്ലേ, അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്, നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. ദെൻ 10 അതിൻ്റെ വാല്യൂ നമ്മൾ എഴുതി. അപ്പോൾ ഇവിടെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, അതേ സമയം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, n എന്ന് പറയുന്ന ആ വേരിയബിളിലേക്ക് 10 എന്ന് പറയുന്ന ഡാറ്റ ഐറ്റം സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഡിക്ലറേഷനും വാല്യൂ സ്റ്റോറിങ്ങും ഒരുമിച്ച് സംഭവിക്കുകയാണ്. ഈ ഒരു കൺസെപ്റ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വേരിയബിൾ ഇനീഷ്യലൈസേഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, അതിലേക്ക് വേണ്ട ഡാറ്റ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, വേരിയബിൾ ഇനീഷ്യലൈസേഷൻ, റൈറ്റ്. ദെൻ അടുത്തൊരു കൺസെപ്റ്റ് ആക്സസ് മോഡിഫയർ എന്ന് പറയുന്ന ഒരു ആശയമാണ്. കോൺസ്റ്റ് എന്ന് പറയുന്ന ഒരു കീവേഡ്, ഈ കീവേഡിനെ വിളിക്കുന്ന പേരാണെന്ത്, ആക്സസ് മോഡിഫയർ. അപ്പോൾ ആക്സസ് മോഡിഫയർ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വേരിയബിളിൻ്റെ ആക്സസിബിലിറ്റി ചേഞ്ച് ചെയ്യാനാണ്. ഓക്കെ, ദിസ് കീവേഡ് restricts a change in the value of the variable. എന്ത് ചെയ്യും, കോൺസ്റ്റ് എന്ന് പറയുന്ന ആ കീവേഡ് റെസ്ട്രിക്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത് അല്ലേ. ഒരു ചെറിയ ഒരു എന്താ പറയുക, റെസ്ട്രിക്ഷൻ അവിടെ ഉണ്ടാക്കുന്നുണ്ട് ആര്, കോൺസ്റ്റ്. എന്താണ് റെസ്ട്രിക്ഷൻ, ചേഞ്ച് ഇൻ ദി വാല്യൂ ഓഫ് ദി വേരിയബിൾ. വേരിയബിളിനകത്തുള്ള വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത് ആര്, കോൺസ്റ്റ് എന്ന് പറയുന്ന ഈ
ആക്സസ് മോഡിഫയർ. അതുകൊണ്ട് അതിൻ്റെ പേര് വിളിച്ചത് ആക്സസ് മോഡിഫയർ, ആക്സസിബിലിറ്റി. ഓക്കെ, അപ്പോൾ നിലവിൽ നമുക്കറിയാം, ഇപ്പോൾ നിങ്ങൾ ഈ എക്സാമ്പിൾ എടുക്കുക, ഇന്ത്യൻ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ഈസിക്കൽ 10 അല്ലേ. അപ്പോൾ ഈ 10 എന്ന് പറയുന്ന വാല്യൂ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം, അതിന് യാതൊരു റെസ്ട്രിക്ഷനും നിലവിലില്ല. ഓക്കെ, നമ്മൾ മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്, ലിറ്ററൽ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്, രണ്ടും തന്നെയാണ്, കോൺസ്റ്റൻറ്റ് ഓർ ലിറ്ററൽ. അപ്പോൾ എന്തിനാണ് നമ്മൾ ലിറ്ററൽ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞിരുന്നത്? ഒരു ഡാറ്റ ഐറ്റം അതിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ, പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ മാറ്റമൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ കോൺസ്റ്റൻറ്റ് എന്ന് പറയും. പക്ഷേ അത്തരത്തിലുള്ള ഡാറ്റ ഐറ്റത്തിന് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്, കാരണം ഇറ്റ്സ് ജസ്റ്റ് എ വേരിയബിൾ, ഒരു വേരിയബിളാണ്, എപ്പോൾ വേണമെങ്കിലും വാല്യൂ ചേഞ്ച് ചെയ്യാം. പക്ഷേ നിങ്ങൾക്കൊരു വേരിയബിളിനെ യഥാർത്ഥത്തിൽ കോൺസ്റ്റൻ്റ് ആയിട്ട്, ലിറ്ററൽ ആയിട്ട് നിലനിർത്തണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു കീവേഡാണ് ആര്? കോൺസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന എന്നിനെ എനിക്ക് കോൺസ്റ്റൻ്റ് ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അത് എഴുതേണ്ടത് ഇങ്ങനെയാണ്. ആദ്യം നമ്മൾ കോൺസ്റ്റ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കും, അതിനുശേഷം വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, ഇന്ത്യൻ, ദെൻ അതിലേക്ക് വാല്യൂ കൊടുത്തു 0, ഇവിടെ കൊടുത്ത് 0 ആണ്. അപ്പോൾ എന്തായി മാറി? n എന്ന് പറയുന്ന ഈ വേരിയബിൾ ഒരു റീഡ് ഓൺലി വേരിയബിൾ ആയിട്ട് മാറി. നമുക്ക് എന്നിനകത്തുള്ള 0 എനിക്ക് ആക്സസ് ചെയ്യാം, 0 എന്ന് പറയുന്ന വാല്യൂവിനെ എനിക്കെടുക്കാം, പക്ഷേ ആ 0-ന് യാതൊരു മാറ്റവും വരുത്താൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം സാധിക്കില്ല. സോ n എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്തായിട്ട് മാറി? ഒരു ലിറ്ററൽ അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് മാറി. അപ്പം അങ്ങനെ കോൺസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? കോൺസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ആക്സസ് മോഡിഫയറിനെ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഡാറ്റ ഐറ്റംസ്, എന്തെങ്കിലും ഡാറ്റ ഇൻപുട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ജനറലി ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്ററാണ് ഈ കാണുന്നത്, 2 ഗ്രേറ്റർ ദാൻ സിമ്പിൾ. അത് നമ്മൾ ഇൻപുട്ട് ഓപ്പറേറ്റർ എന്ന് പറയും. അപ്പോൾ ആദ്യം പറഞ്ഞതാണ് C++ പ്രൊവൈഡ്സ് ദ ഓപ്പറേറ്റർ, ആ സിമ്പിൾ അവിടെ കാണിച്ചു. അപ്പോൾ ഈ സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മൾ സാധാരണഗതിയിൽ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇൻപുട്ട് ഓപ്പറേറ്ററിനെ, ദിസ് ഓപ്പറേറ്റർ ഈസ് ആൾസോ കോൾഡ് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ, എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ഓർ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ. അപ്പോൾ ഇൻപുട്ട് ഓപ്പറേറ്ററിന് വേറെ 2 പേരുകളുണ്ട്. ഏതൊക്കെയാണത്? ഒന്നാമത്തേത് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ, രണ്ടാമത്തേത് ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, നമുക്ക് എക്സാമ്പിൾ ഉണ്ട്, Cin. ആരാണ് Cin? Cin എന്ന് പറയുന്നത് ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റാണ്. C++ലുള്ള ഒരു പ്രീ ഡിഫൈൻഡ് ഒബ്ജക്റ്റാണ് ആര്? Cin. Cin എന്നുള്ള ആ ഒബ്ജക്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ് ആയിട്ടുള്ള, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ് ആരാണെന്ന് നിങ്ങൾക്കറിയാം, ആരാണ്? കീബോർഡാണ്. അപ്പോൾ കീബോർഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റാണ് ആര്? Cin. കാരണം കീബോർഡ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്നത്. അപ്പോൾ Cin, ദെൻ എന്ത് എഴുതി? ഇൻപുട്ട് ഓപ്പറേറ്റർ എഴുതി, ദെൻ അടുത്തത് നമ്പർ, ഇറ്റ്സ് എ വേരിയബിൾ. ഇപ്പോൾ നമുക്കറിയാം ഡാറ്റ ഇൻപുട്ടായി വാങ്ങിയാൽ ഇറ്റ് ഷുഡ് ബി സ്റ്റോർഡ്, അത് സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്യുന്ന എവിടെയാണ്? വേരിയബിളിലാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റുകളുടെ ഓപ്പറേറ്ററിന് ശേഷം വരേണ്ട രണ്ടാമതായി വരേണ്ടത് ആരാണ്? വേരിയബിൾസ് ആണ്. അപ്പോൾ എന്താണോ നിങ്ങൾ എൻ്റർ ചെയ്തത്, ആ നമ്പർ എന്ന് പറയുന്ന ആ ഒരു വേരിയബിൾ അത് സ്റ്റോർ ചെയ്യും. ഇനി നമ്മൾ രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് ശ്രദ്ധിക്കുക. Cin, വീണ്ടും നമ്മൾ എഴുതി ഇൻപുട്ട് ഓപ്പറേറ്റർ, റൈറ്റ്, ഇൻപുട്ട് ഓപ്പറേറ്റർ, വേരിയബിൾ, വീണ്ടും നമ്മൾ എഴുതി ഇൻപുട്ട് ഓപ്പറേറ്റർ, B അടുത്ത വേരിയബിൾ, വീണ്ടും ഇൻപുട്ട് ഓപ്പറേറ്റർ, ദെൻ C. ഇവിടെ 3 വേരിയബിൾസ് ഉണ്ട്. ഇവിടെ നമുക്കാകെ ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ.
മാത്രമല്ല ഇവിടെ ഒരു തവണ ഇൻപുട്ട് ഓപ്പറേറ്റർ എഴുതിയപ്പോൾ ഇവിടെ 3 തവണ ഇൻപുട്ട് ഓപ്പറേറ്റർ എഴുതി. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ശ്രദ്ധിക്കുക, ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നിലധികം തവണ ഇൻപുട്ട് ഓപ്പറേറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിളിക്കും? കാസ്കേഡിംഗ് എന്നാണ് പറയുക. കാസ്കേഡിംഗ് ഓഫ് ഇൻപുട്ട് ഓപ്പറേറ്റർ. എപ്പോഴാണ് കാസ്കേഡിംഗ് എന്ന് പറയുന്നത്? ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നിലധികം തവണ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഇൻപുട്ട് ഓപ്പറേറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിളിക്കും? കാസ്കേഡിംഗ് ഓഫ് ഇൻപുട്ട് ഓപ്പറേറ്റർ എന്നാണ് പറയുക, കാസ്കേഡിംഗ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഈ ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത, ഒരേ സമയത്ത് നമുക്ക് 3 വേരിയബിൾസിലേക്കും നമുക്ക് വാല്യൂസ് ഇൻപുട്ടായിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് നമ്പറിലേക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ എ ബി സി 3 വേരിയബിളിലേക്കും ഒരൊറ്റ തവണയായി നമുക്ക് എന്ത് ചെയ്യാം? 3 വ്യത്യസ്ത വാല്യൂസ് ഇൻപുട്ടായി സ്വീകരിക്കാം. എയിലേക്കും ബിയിലേക്കും സിയിലേക്കും സ്റ്റോർ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റാണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നേരത്തെ നമ്മൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു, അതിന് നേരെ ഓപ്പോസിറ്റാണ് ആര്? ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്തായിരിക്കും ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്? നമ്മളുടെ കമ്പ്യൂട്ടറിൽ നിന്ന്, നമ്മുടെ പ്രോഗ്രാമിൽ നിന്ന് ഔട്ട്പുട്ട്സിനെ അല്ലെങ്കിൽ നമ്മളെ റിസൾട്ടിനെ എവിടേക്ക് നമുക്ക് പാസ് ചെയ്യണം? നമ്മുടെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ടുള്ള മോണിറ്ററിലേക്ക് നമുക്ക് പാസ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ആര്? ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. അവിടെ പറഞ്ഞു ഫസ്റ്റ് പോയിന്റ് തന്നെ അതാണ്, പെർഫോംസ് ഔട്ട്പുട്ട് ഓപ്പറേഷൻ. ഔട്ട്പുട്ടിംഗ് എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേഷനാണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് നിർവഹിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും നമുക്കൊരു ഓപ്പറേറ്റർ ഉണ്ട്. വി ആർ യൂസിങ് ദ ഓപ്പറേറ്റർ. എന്താണ് ഓപ്പറേറ്റർ? ഏതാണ്? 2 സിമ്പിൾ കോൾഡ്. അപ്പോൾ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്ന് പറയാറുണ്ട്, പക്ഷേ വേറെയും പേരുകളുണ്ട്. ഇൻസേർഷൻ ഓപ്പറേറ്റർ എന്ന് പറയും, അല്ലെങ്കിൽ പുട്ട് ടു ഓപ്പറേറ്റർ എന്ന് പറയും. അപ്പോൾ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഇൻസേർഷൻ ഓപ്പറേറ്റർ എന്ന് വിളിക്കും, അതുമല്ലെങ്കിലോ പുട്ട് ടു ഓപ്പറേറ്റർ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ അഗൈൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള എക്സാമ്പിൾസ് നമ്മളെന്ത് ചെയ്തു? സി ഔട്ട്. അപ്പോൾ ആരാണ് സി ഔട്ട്? സി ഔട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മളിവിടെ പറഞ്ഞു ആരാണ് സി ഇൻ. സി ഇൻ എന്ന് പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഓബ്ജക്റ്റാണ് ആര്? സി ഔട്ട്. സി ഔട്ട് എന്ന് പറയുന്ന ഓബ്ജക്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ടുള്ള മോണിറ്ററിനെയാണ്. അപ്പോൾ നമ്മൾ സി ഔട്ട് എന്ന് എഴുതി, ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഹലോ എന്ന് പറയുന്ന സ്ട്രിങ്. അപ്പോൾ ഈ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ഹലോ എന്ന് പറയുന്ന ഈ സ്ട്രിങ്ങിനെ നമ്മുടെ മോണിറ്ററിലേക്ക് ഔട്ട്പുട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ സെമിക്കോളൻ ഇട്ടു. മറക്കരുത്, ഓരോ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞാലും നമ്മൾ സെമിക്കോളൻ ഇട്ടിരിക്കണം. ഇത് വേറൊരു എക്സാമ്പിൾ. സി ഔട്ട് എ എന്ന് പറഞ്ഞു. എ ആരായിരിക്കും? ഇവിടെ സ്ട്രിങ് ആണ് ഔട്ട്പുട്ട് ചെയ്യുന്നത്. ഇറ്റ്സ് എ വേരിയബിൾ. എ ഒരു വേരിയബിൾ ആണ്. അപ്പോൾ സി ഔട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എ എന്തായിരിക്കും സംഭവിക്കുന്നത്? എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഉള്ളിൽ ആ മെമ്മറി ലൊക്കേഷനകത്ത് എന്താണോ ഡാറ്റ ഉള്ളത്, ആ ഡാറ്റയെ എന്ത് ചെയ്യുന്നു? നമ്മുടെ മോണിറ്ററിലേക്ക് ഔട്ട്പുട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ. സി ഔട്ട് നമ്മൾ 25 എന്ന് പറയുന്ന ഡാറ്റ ഐറ്റം. അപ്പോൾ 25 എന്ന് പറയുന്ന ആക്ച്വൽ ഡാറ്റയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? നേരെ 25 എന്ന് പറയുന്ന ആ നമ്പർ ഡയറക്റ്റ് ആയിട്ട് എവിടേക്ക് പോകും? മോണിറ്ററിലേക്ക് പോകും. നമുക്ക് കാണാം. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 2 തവണ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചു. ഇവിടെ നമ്മൾ 3 തവണ ഇൻപുട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചപ്പോൾ ഒരു പേര് പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെയും പറയുക, കാസ്കേഡിംഗ്. അപ്പോൾ പേരൊന്നും മാറും, കാസ്കേഡിംഗ് ഓഫ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്നാണ് പറയുക. കാസ്കേഡിംഗ് ഓഫ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. അപ്പോൾ കാസ്കേഡിംഗ് എന്ന് പറയുന്നത് ഒരു ജനറൽ ആയിട്ടുള്ളൊരു ടേമാണ്. ഇൻപുട്ട് ഓപ്പറേറ്ററോ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഓപ്പറേറ്ററോ ഒന്നിലധികം തവണ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ആശയത്തിന്, ആ കൺസെപ്റ്റിന് പറയുന്ന പേരാണെന്ത്? കാസ്കേഡിംഗ്. അത് ഇൻപുട്ട് ഓപ്പറേറ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? കാസ്കേഡിംഗ് ഓഫ് ഇൻപുട്ട് ഓപ്പറേറ്റർ എന്ന് പറയും. ഇവിടെ ആരാണ്? ഔട്ട്പുട്ട് ഓപ്പറേറ്ററാണ്. അപ്പോൾ നമ്മൾ എന്ത് വിളിക്കും? കാസ്കേഡിംഗ് ഓഫ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. അപ്പോൾ ഈ എഴുതിയ സ്റ്റേറ്റ്മെൻറ്റ് എന്താ ചെയ്യുന്നത്? എ എന്ന് പറയുന്ന വേരിയബിളിനകത്തുള്ള വാല്യൂ ബി എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്തുള്ള വാല്യൂ ഒരേ സമയം എവിടേക്ക് സെൻഡ് ചെയ്യുന്നു? മോണിറ്ററിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഒന്നിലധികം വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നിച്ച് ഔട്ട്പുട്ടായിട്ട് നൽകാം.
ഇനി അവസാനത്തെ എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഇവിടെ ഔട്ട്പുട്ട് ചെയ്യുന്ന എന്താണ്? a+b+c ആണ്. നമുക്കറിയാം ഇറ്റ്സ് ആൻ എക്സ്പ്രഷൻ, ഒരു എക്സ്പ്രഷനാണ്, അരിത്മാറ്റിക് എക്സ്പ്രഷനാണ്. അപ്പോൾ എന്തായിരിക്കും സി ഔട്ട് ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ സി ഔട്ട് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് ചെയ്യുന്ന കാര്യം എന്താണ്? ഔട്ട്പുട്ട് ചെയ്യുന്നത് ഈ എക്സ്പ്രഷൻ്റെ റിസൾട്ട് ആയിരിക്കും നമ്മൾ ഔട്ട്പുട്ട് ചെയ്യുന്നത്. അതായത് എയും ബിയും സിയും നമ്മൾ ആഡ് ചെയ്യുന്നു. ആ ആഡ് ചെയ്ത് കിട്ടിയ റിസൾട്ടിനെ സി ഔട്ട് എന്ത് ചെയ്യും? മോണിറ്ററിലേക്ക് ഔട്ട്പുട്ട് ചെയ്യും. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. The statements that contains is equal to, നേരത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിലും ഇപ്പോഴൊക്കെ വീണ്ടും വീണ്ടും പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു ഓപ്പറേറ്ററാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. സോ ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് ഈസ് ഈക്വൽ ടു, അതിൻ്റെ പേരാണെന്ത്? അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഈസ് നോൺ ആസ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉൾപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾസ്. n ഒരു വേരിയബിൾ ആണ്. അപ്പോൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ ഒരു ഉപയോഗം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്താണ്? നമുക്ക് വേരിയബിളിലേക്ക് അല്ലെങ്കിൽ വേരിയബിളിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെമ്മറി സ്പേസിലേക്ക് ഡാറ്റ ഐറ്റംസ് നമുക്ക് സ്റ്റോർ ചെയ്യാം. റൈറ്റ്? അപ്പോൾ അതിനുവേണ്ടി ആ ഒരു സ്റ്റോറിങ് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ആ ഓപ്പറേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ആരും ഉപയോഗിക്കുന്നത്? അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ എഴുതിയ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു റിസൾട്ട് എന്താണ്? n എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആരെ സ്റ്റോർ ചെയ്തു? 253 എന്ന് പറയുന്ന 253 എന്ന് പറയുന്ന ഡാറ്റ ഐറ്റത്തെ n എന്ന് പറയുന്ന വേരിയബിളിനകത്തേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തു. ഇനി ഈ ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക. എന്താണ്? a is equal to b is equal to c അല്ലേ? അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒന്നുമില്ല, ഒന്നിലധികം മെമ്മറി ലൊക്കേഷനിലേക്ക് നമുക്ക് വാല്യൂ കൊടുക്കുകയാണ് അല്ലേ? അവിടെ സംഭവിക്കുക സി എന്ന് പറയുന്ന ഈ സി എന്ന് പറയുന്ന വേരിയബിളിനകത്ത് എന്താണോ ഉള്ളത് അത് എവിടേക്ക് പോവും? ബിയിലേക്ക് പോവും. ഓർക്കുക, എന്താണ് സി എന്ന് പറയുന്ന വേരിയബിളിനകത്തുള്ളത് അതെവിടേക്ക് പോവും? ബിയിലേക്ക് പോവും. റൈറ്റ്? ദെൻ ആ ബിയിലെത്തിയ വാല്യൂ നേരെ എവിടേക്ക് കൂടി പോവും? എയിലേക്കും കൂടി പോവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എയിലും ബിയിലും സിയിലും എന്ത് സംഭവിക്കും? ഒരേ വാല്യൂ വരും എന്നർത്ഥം. അത് ഒരേ വാല്യൂ, ഏത് വാല്യൂ ഒരേപോലെ വരിക? സി എന്ന് പറയുന്ന വേരിയബിളിനകത്തുള്ള വാല്യൂ ബിയിലേക്ക് വരും, അത് തന്നെ എവിടേക്കും വരും? എയിലേക്കും വരും. ഓക്കെ. ദെൻ അനദർ എക്സാമ്പിൾ, ഏരിയ ഇസ് ഈക്വൽ ടു. ശ്രദ്ധിക്കുക, ഇതെന്താണ്? ഒരു എക്സ്പ്രഷനാണ്. അപ്പോൾ ഇവിടെ എന്താണ് അസൈൻമെൻറ്റ് സംഭവിക്കുന്നത്? ഈ എക്സ്പ്രഷൻ ആദ്യം സോൾവ് ചെയ്യും. അതായത് 3.14 ഇൻറ്റു, നമുക്കറിയാം ഇൻറ്റു പറയുമ്പോൾ സ്റ്റാറാണ് ഉപയോഗിക്കുക, ആർ വേരിയബിൾ ആണ്. അപ്പോൾ ആർ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ഇൻറ്റു ആർ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ഇൻറ്റു 3.14. ഇത് അരിത്മാറ്റിക് ഓപ്പറേഷൻ നടത്തും. ആ കിട്ടിയ റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യും? ഏരിയ എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിനകത്ത് ഇവിടെ സ്റ്റോർ ചെയ്യും. റൈറ്റ്? ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അരിത്മാറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ആർ സ്പെഷ്യൽ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഒരു പുതിയൊരു കാറ്റഗറി ഓഫ് ഓപ്പറേറ്റർ ഇവിടെ പറയുകയാണ്. അതിൻ്റെ പേരെന്താണ്? അരിത്മാറ്റിക് അസൈൻമെൻറ്റ്. ഇത് അസൈൻമെൻ്റ് ആണ്. ഇതാരാണ്? അരിത്മാറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ രണ്ടാളുകളെ നമ്മൾ കമ്പൈൻ ചെയ്തതാണ്. ഏതൊക്കെയാണ് രണ്ടാളുകൾ? ഒന്ന് അരിത്മാറ്റിക് ഓപ്പറേറ്ററും രണ്ടാമത്തേത് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററും. രണ്ടാളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പുതിയൊരു ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ പേരാണെന്ത്? അരിത്മാറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് അതിലുള്ള ആളുകൾ. ആരൊക്കെയാണ്? പ്ലസ് ഈക്വൽ ടു, ഓക്കെ, അരിത്മാറ്റിക് അഡീഷനും അസൈൻമെൻറ്റും. ദെൻ മൈനസ് ഈക്വൽ ടു, ഓക്കെ, സ്റ്റാർ ഈക്വൽ ടു, സ്ലാഷ് ഈക്വൽ ടു, ദെൻ ലാസ്റ്റ് വൺ പെർസെൻറ്റേജ് ഈക്വൽ ടു. അപ്പോൾ നമുക്കറിയാം, നമുക്കിവിടെ 5 അരിത്മാറ്റിക് ഓപ്പറേറ്ററാണ്. അതിൻ്റെ കൂടെയൊക്കെ ആര് കൂടി വരും? ഈ ഈസ് ഈക്വൽ ടു എന്ന് പറയുന്ന അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ കൂടി വരും. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിളിക്കും? അരിത്മാറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്നാണ് പറയുക. ഓക്കെ. അപ്പോൾ ഇവിടെ അതിൻ്റെ ഈ ഒരു പറഞ്ഞ അരിത്മാറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ എക്സാമ്പിളാണ്. എങ്ങനെ എഴുതി? n പ്ലസ് ഈക്വൽ ടു 2, n പ്ലസ് ഈക്വൽ ടു 2.
ഇവിടെ എഴുതി ഈക്വലൻ്റ് ടു എന്താണ് n ഈസിക്കൽ ടു n+2. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ അരിത്മാറ്റിക് ഓപ്പറേറ്ററും അസൈൻമെൻറ്റ് ഓപ്പറേറ്ററും രണ്ടായിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ n+2 ആദ്യം എക്സിക്യൂട്ട് ചെയ്യപ്പെടും, അതായത് അരിത്മാറ്റിക് ഓപ്പറേഷൻ ആദ്യം നടക്കും, പിന്നീട് എന്ത് നടക്കും, അസൈൻമെൻറ്റ് ഓപ്പറേഷൻ നടക്കും. ഇവിടെ എങ്ങനെയാണ്, പ്ലസ് ഈക്വൽ ടു ഒരു ഓപ്പറേറ്ററാണ്, അതായത് അരിത്മാറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അപ്പോൾ ഇവിടെ ഈ പറയുന്ന അഡീഷനും സ്റ്റോറിങ്ങും ഒരുമിച്ചാണ് സംഭവിക്കുക. അപ്പോൾ ഇതിന് ഈക്വലൻ്റ് ആണെന്ത്, ഇവിടെ എഴുതിയിട്ടുള്ള ആ എക്സാമ്പിൾ. ഇതും സെയിം അരിത്മാറ്റിക് അസൈൻമെൻ്റ് ആണ്. എ സ്റ്റാർ ഈക്വൽ ടു ബി. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ പറയാം എന്താണ്, എ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി, എ സ്റ്റാർ ബി എന്നതിന് ഈക്വലൻ്റ് ആണ് ആര്, ഈ പറയുന്ന എ സ്റ്റാർ ഈക്വൽ ടു ബി. ഇവിടെ രണ്ട് തവണയായി നടക്കുന്ന രണ്ട് വ്യത്യസ്ത ഓപ്പറേഷൻ ഒറ്റയടിക്ക് എന്ത് ചെയ്യും, സംഭവിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന ഒരു പറയുന്ന കാര്യം, ഈ എഴുതിയ ഒരു കാര്യം അല്ലെങ്കിൽ ഇവിടെ നടന്ന ആ കാര്യം ഒന്നുകൂടി വേഗത്തിൽ എവിടെ സംഭവിക്കും, ഇവിടെ സംഭവിക്കും. ചുരുക്കി അപ്പോൾ ഫാസ്റ്റ് എക്സിക്യൂഷൻ ആണ്. അടുത്ത ഒരു ഓപ്പറേറ്ററിനെ കുറിച്ചാണ് പറയുന്നത്. ദ ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ആർ സിമിലർ ടു അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അപ്പോൾ ഇവിടെ പറഞ്ഞ ആ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിന് വേണമെങ്കിൽ ഈക്വലൻ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ആരൊക്കെ, ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്ററെയും അതുപോലെ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്ററെയും. ആരാണ് ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ, പ്ലസ് പ്ലസ്. ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ ആരാണ്, മൈനസ് മൈനസ്. അപ്പോൾ എന്താ പറഞ്ഞത്, സിമിലർ ടു അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിന് സിമിലർ ആണ് ആര്, പ്ലസ് പ്ലസും മൈനസ് മൈനസും. അതെങ്ങനെയാണെന്ന് നോക്കാം. എഴുതി n++ എഴുതുന്ന രീതി എങ്ങനെയാണ്, എ മൈനസ് മൈനസ്. അപ്പോൾ ഈ പറയുന്ന എന്താണ് ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്ററിന് രണ്ട് വേർഷൻസ് ഉണ്ട്, 2 വേർഷൻസ്. ഏതൊക്കെയാണ്, പോസ്റ്റ്ഫിക്സ് ഫോം എന്ന് പറയും, അടുത്തത് പ്രിഫിക്സ് ഫോം എന്ന് പറയും. അപ്പോൾ രണ്ട് വേർഷൻസ് ഉണ്ട്. ആർക്ക് മറക്കണ്ട, ആർക്കാണ് രണ്ട് വേർഷൻസ് ഉള്ളത്, ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്ററിനും അതുപോലെ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്ററിനും രണ്ട് വേർഷൻസ് ഉണ്ട്. രണ്ട് തരത്തിൽ അതിനെ എഴുതാം. ഒന്ന് പോസ്റ്റ്ഫിക്സ് ഫോം എന്ന് പറയും, രണ്ടാമത്തേത് എന്ത് പറയും, പ്രിഫിക്സ് ഫോം എന്ന് പറയും. അപ്പോൾ ഏതൊക്കെയാണ് ആ ഫോർമാറ്റ് എന്നാണ് പറയുന്നത്, ഏതൊക്കെ അല്ലെങ്കിൽ എങ്ങനെയാണ് എഴുതുന്നത് അല്ലേ, ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് നമ്മളുടെ ആര്, ആ വേരിയബിൾ. ഇവിടെയും ഇതാണ് വേരിയബിൾ. ശ്രദ്ധിക്കുക, ആദ്യം ഓപ്പറേറ്റർ എഴുതി, ദെൻ നമ്മൾ പറഞ്ഞു ഓപ്പറൻറ്റ്, ആ വേരിയബിൾ എഴുതി. ആദ്യം ഓപ്പറേറ്റർ, ദെൻ ഓപ്പറൻറ്റ്. ഇത് നമ്മളെന്ത് പറയും, പ്രിഫിക്സ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആദ്യം ഓപ്പറേറ്റർ വന്നാൽ അത് പ്രിഫിക്സ് ഫോമാണ്, രണ്ടാമത് ഓപ്പറേറ്റർ വന്നാൽ അതാരാണ്, പോസ്റ്റ്ഫിക്സ് ഫോമാണ്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മുടെ ഓപ്പറൻറ്റ് ആ വേരിയബിൾ എഴുതി, അതിനുശേഷം ആര് വന്നു, ഓപ്പറേറ്റർ വന്നു. അതാണെന്ത്, പോസ്റ്റ്ഫിക്സ് ഫോം എന്ന് പറഞ്ഞാൽ. അത് മൈനസ് ആയാലും ഇതേ ഫോർമാറ്റാണ്. ആദ്യം മൈനസ് വന്നാൽ പ്രിഫിക്സ് ഫോം എന്ന് പറയും, രണ്ടാമത് മൈനസ് മൈനസ് വന്നെന്ത് വിളിക്കും, പോസ്റ്റ്ഫിക്സ് ഫോം എന്ന് പറയും. വാട്ട് എവർ ബി ദ ഫോം, പ്ലസ് പ്ലസ് ഓപ്പറേറ്റർ ആഡ്സ് 1 ടു ദി കണ്ടന്റ്. സിമിലർലി മൈനസ് മൈനസ് ഓപ്പറേറ്റർ സബ്ട്രാക്ട്സ് 1 ഫ്രം ദി കണ്ടന്റ്. അപ്പോൾ എന്താണ് പ്ലസ് പ്ലസും മൈനസ് മൈനസും ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് ചെയ്യുന്നത്, വാട്ട് എവർ ബി ദ ഫോം. ഇത് പ്രിഫിക്സ് ഫോം ആയിക്കോട്ടെ അല്ലെങ്കിൽ പോസ്റ്റ്ഫിക്സ് ഫോം ആയിക്കോട്ടെ, ഇവിടെ പ്രസക്തമേ അല്ല. പ്ലസ് പ്ലസ് ഓപ്പറേറ്റർ എന്ത് ചെയ്യും, ആഡ്സ് 1 ടു ദി കണ്ടന്റ്. അതിൻ്റെ കൂടെയുള്ള ഓപ്പറൻറ്റിൻ്റെ കൂടെ എന്ത് ചെയ്യും, 1 ആഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ എക്സാമ്പിളിലേക്ക് ശ്രദ്ധിക്കുക. എ എന്ന് പറയുന്നത് ഇപ്പോൾ 2 ആണെങ്കിൽ പ്ലസ് പ്ലസ് എന്ത് ചെയ്യും, 2ൻ്റെ കൂടെ 1 ആഡ് ചെയ്യും. അങ്ങനെ എ എന്തായി മാറും, 3 ആയിട്ട് മാറും. അതാണ് പറഞ്ഞത് പ്ലസ് പ്ലസ് ഓപ്പറേറ്റർ ആഡ്സ് 1 ടു ദി കണ്ടന്റ്. ഇനി സിമിലർലി അതേപോലെ തന്നെ എന്താണ്, മൈനസ് മൈനസ് ഓപ്പറേറ്റർ സബ്ട്രാക്ട്സ് 1 ഫ്രം ദി കണ്ടന്റ്. എന്ത് ചെയ്യും, ഈ പ്ലസ് പ്ലസ് ആഡ് ചെയ്യുന്നു, മൈനസ് മൈനസ് എന്തായിരിക്കും, 1 കുറയ്ക്കുന്നു. ആ കണ്ടന്റ് നിന്ന് 1 കുറയ്ക്കും. ഓക്കെ, അപ്പോൾ മറക്കരുത്, പ്ലസ് പ്ലസ് 1 കൂട്ടും, മൈനസ് മൈനസ് എന്ത് ചെയ്യും, 1 കുറയ്ക്കും. നമ്മുടെ ഇൻക്രിമെൻറ്റ് അതേപോലെ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ അതിൻ്റെ വ്യത്യസ്ത ഫോംസ്, പ്രിഫിക്സ് ആൻഡ് പോസ്റ്റ്ഫിക്സ് ഫോം മനസ്സിലാക്കുന്നതിനായി ഒരു ഉദാഹരണം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് 4 വേരിയബിൾസ് ഉണ്ട്, എ ബി സി ഡി. ഇതിൽ 2 വേരിയബിൾസ് ഓൾറെഡി ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് നമ്മൾ 2 എന്ന് സ്റ്റോർ ചെയ്തു. ബി എന്ന് പറയുന്ന
വേരിയബിളിൻ്റെ അകത്ത് നമ്മൾ 5 എന്ന് സ്റ്റോർ ചെയ്തു. സിയും ഡിയും നമ്മൾ ജസ്റ്റ് ഡിക്ലെയർ ചെയ്തു, അതിനകത്ത് വാല്യൂ ഒന്നും ഇപ്പോൾ ഇല്ല. റൈറ്റ്. അപ്പോൾ ഒന്നാമത്തെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കുക. സി ഈസ് ഈക്വൽ ടു മൈനസ് മൈനസ് എ. മൈനസ് മൈനസ് എന്ന് പറയുമ്പോൾ ഡിക്രിമെൻ്റ് ഓപ്പറേറ്ററാണ്, അത് ഇൻക്രിമെൻറ്റും ആവാം, അതിവിടെ പ്രസക്തമല്ല. നമ്മൾ മനസ്സിലാക്കുന്നത് പോസ്റ്റ് ഫിക്സും പ്രിഫിക്സും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഈ ഒന്നാമത്തെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഏത് ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പ്രിഫിക്സ് ഫോമാണ്. പ്രിഫിക്സ് ഫോം എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളത് മുമ്പ് നമ്മൾ കണ്ടു. ഓപ്പറൻറ്റിൻ്റെ ആദ്യം തുടക്കത്തിലായിരിക്കും നമ്മുടെ ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ ഉണ്ടായിരിക്കുക. ഇവിടെ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്, ആദ്യം ഓപ്പറേറ്റർ പിന്നീട് ഓപ്പറൻറ്റ്. അപ്പോൾ ഇത് പ്രിഫിക്സ് ഫോമാണ്. പ്രിഫിക്സ് ഫോം ആണെങ്കിൽ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു റൂൾ ഉണ്ട്. ആ റൂൾ ഇങ്ങനെയാണ്: ചേഞ്ച് ദെൻ യൂസ്. ആദ്യം വാല്യൂവിനെ ചേഞ്ച് ചെയ്യുന്നു, ചേഞ്ച് ചെയ്തതിന് ശേഷം അതിനെ എടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ എൻ്റെ ഉത്തരം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സി 1 ആണ്, എ 1 ആണെന്ന് പറഞ്ഞു. സിയും 1 ആണ്, എയും 1. അതെങ്ങനെ കിട്ടി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചേഞ്ച് ദെൻ യൂസ് ആണ്. ആദ്യം എന്ത് ചെയ്യുന്നു? എ എന്ന് പറയുന്ന ഓപ്പറൻറ്റിൻ്റെ വാല്യൂ ഇവിടെ ചേഞ്ച് ചെയ്യും. അപ്പോൾ മൈനസ് മൈനസ് ആണ്. മൈനസ് മൈനസ് എന്ത് മാറ്റമാണ് വരുത്തുക എന്നുള്ളത് നിങ്ങൾക്കറിയാം. എ ഇപ്പോൾ 2 ആണ്. ആ 2ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യും, 1 കുറയ്ക്കും. അങ്ങനെ എ എന്തായി മാറി? 1 ആയിട്ട് മാറി. 2 1 പോയി 1 ആയിട്ട് മാറി. ആ വാല്യൂ നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്തു. ദെൻ യൂസ്. ആ മാറ്റം വന്ന ആ വേരിയബിളിനെ അല്ലെങ്കിൽ ആ മാറ്റം വന്ന ഡാറ്റ ഐറ്റത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ ആ 1 എവിടെ എത്തി? സിയിലെത്തി. അങ്ങനെയാണ് ഇവിടെ സി 1 മാറിയത്, എയും 1 മാറിയത്. ഇനി രണ്ടാമത്തെ യൂസേജ്, പോസ്റ്റ് ഫിക്സ് യൂസേജ്. ഓക്കെ, അപ്പോൾ പോസ്റ്റ് ഫിക്സും കണ്ടാൽ തിരിച്ചറിയാം. ആദ്യം ഓപ്പറൻറ്റ് പിന്നീട് ഓപ്പറേറ്റർ. അപ്പോൾ അവിടെ അപ്ലൈ ചെയ്യുന്ന റൂൾ യൂസ് ദെൻ ചേഞ്ച് എന്നാണ് പറയുക. ആദ്യം നമ്മൾ ആ ഡാറ്റ ഐറ്റത്തെ ഉപയോഗിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാറ്റം വരുത്തുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആൻസർ ഓൾറെഡി പറഞ്ഞു, ഡി ഈസ് ഈക്വൽ ടു 5, ബി ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ബി ഇപ്പോൾ 5 ആണ്. നമ്മൾ ചെയ്യുന്നത് ബി പ്ലസ് പ്ലസ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പോസ്റ്റ് ഫിക്സ് ആണ്. അപ്പോൾ ഏതാ റൂൾ? യൂസ് ദെൻ ചേഞ്ച് ആണ്. അപ്പോൾ ഇവിടെ ആദ്യം യൂസ് ചെയ്യും. ബി എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്തുള്ള വാല്യൂവിനെ നമ്മളെടുത്ത് ഉപയോഗിക്കും. ആദ്യം അസൈൻ ചെയ്യും. എന്ത് ചെയ്യും? ആ 5നെ നമ്മൾ ഡിയിലേക്ക് എത്തിച്ചു. അസൈൻമെൻറ്റ് ഡിയിലേക്ക് എത്തിച്ചു. അങ്ങനെ ഡി എന്തായി മാറി? 5 ആയിട്ട് മാറി. ദെൻ ചേഞ്ച് എന്ന് പറഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്യും? ബി ഇപ്പോൾ 5 ആണ്, ഇൻക്രിമെൻറ്റ് സംഭവിക്കും. അപ്പോൾ പ്ലസ് പ്ലസ് എന്ത് ചെയ്യും? ആ ഡാറ്റ ഐറ്റത്തിൻ്റെ കൂടെ 1 ആഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ 5 എന്നുള്ളത് എന്തായി മാറി? 6 ആയിട്ട് മാറി. അങ്ങനെയാണ് ഇവിടെ ഡി 5 ആയതും ബി 6 ആയതും. അപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ് പ്രിഫിക്സ് ഫോമും അതേപോലെ പോസ്റ്റ് ഫിക്സ് ഫോമും തമ്മിലുള്ള ആ ഒരു മാറ്റം എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ ഒരു സ്ട്രക്ചറാണ്. ഓക്കെ, അത് നമ്മളൊരു പ്രോഗ്രാമിൻ്റെ സഹായത്തോടു കൂടിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആ പറഞ്ഞ പ്രോഗ്രാം. ഈ പ്രോഗ്രാം ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. 2 നമ്പർ ആഡ് ചെയ്യുന്നു, ആ റിസൾട്ട് മോണിറ്ററിലേക്ക് ഔട്ട്പുട്ട് ചെയ്യുന്നു. യൂസർ കയ്യിൽ നിന്ന് 2 നമ്പർ അക്സെപ്റ്റ് ചെയ്യും, അത് തമ്മിൽ ആഡ് ചെയ്യുന്നു. അതിനുശേഷം റിസൾട്ട് നമ്മുടെ മോണിറ്ററിലേക്ക്, നമ്മുടെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് ഔട്ട്പുട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സ്ട്രക്ചർ, നമ്മുടെ C++ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച പല കാര്യങ്ങളും നമുക്കിവിടെ കാണാം. ഇവിടെ ശ്രദ്ധിക്കാം, #include IOStream. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഇത് വേറൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഇതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഇത് വേറൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, വ്യത്യസ്ത സ്റ്റേറ്റ്മെൻറ്റുകൾ കൊണ്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? പ്രോഗ്രാം കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? #include സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ IOStream എന്ന് പറയുന്ന ഹെഡർ ഫയലിനെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യുന്നു?
ഇൻക്ലൂഡ് ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കഴിഞ്ഞു. ഇതിനടുത്ത് നെയിം സ്പേസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന നെയിം സ്പേസ് ഏതാണ്? സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന STD എന്ന് ചുരുക്കി പറയുന്ന ഇൻബിൽറ്റ് ആയിട്ടുള്ള നെയിം സ്പേസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നത്. ദെൻ മെയിൻ ഫംഗ്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇൻറ്റ് മെയിൻ ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ്, റൈറ്റ്. ദെൻ ബ്രേസസ്, കർലി ബ്രേസസ് നമ്മൾ ഓപ്പൺ ചെയ്തു. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇതാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എപ്പോഴും ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോർമലി സാധാരണഗതിയിൽ നമ്മൾ ആദ്യം എഴുതുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ആര്? ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ആ പ്രോഗ്രാമിൽ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ വേരിയബിൾസിനെയും നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഡിക്ലെയർ ചെയ്യും. അതിനുള്ള കാരണം നിങ്ങൾക്കറിയാം. എന്താണ് ആ കാരണം? നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു ഐഡൻറ്റിഫയറിനെയും അത് ഉപയോഗിക്കുന്നതിന് മുമ്പേ ഇറ്റ് ഷുഡ് ബി ഡിക്ലെയർഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് എഴുതാറുള്ളത്. അങ്ങനെ ഇവിടെ ഇൻറ്റ് ഡാറ്റ ടൈപ്പാണ് നമ്പർ 1 ഒരു വേരിയബിളിൻ്റെ പേര്, കൊമ നമ്പർ 2 അടുത്ത വേരിയബിൾ, കൊമ സം, ദെൻ സെമിക്കോളൻ. സ്റ്റേറ്റ്മെൻറ്റ് അവസാനിച്ചു, സെമിക്കോളൻ ഇട്ടു. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? നമ്മൾ 3 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. നമ്പർ 1, നമ്പർ 2, സം. എല്ലാത്തിൻ്റെയും ഡാറ്റ ടൈപ്പ് കോമൺ ആണ്, ഇൻറ്റ്. ദെൻ അടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു? യൂസറോട് പറയുന്നു എന്ത്? 2 നമ്പർ എൻ്റർ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ cout ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, കാരണം യൂസർക്ക് ഒരു മെസ്സേജ് നമ്മൾ പാസ് ചെയ്യണം എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ cout ഒബ്ജക്റ്റ് ഉപയോഗിച്ചു. ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഒരു സ്ട്രിങ് ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. എന്താണ്? എൻ്റർ 2 നമ്പേഴ്സ്, ദെൻ സെമിക്കോളൻ. അപ്പോൾ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് വഴി നമ്മൾ യൂസറോട് ഇൻഡിക്കേറ്റ് ചെയ്തു 2 നമ്പർ എൻ്റർ ചെയ്യണം. ദെൻ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കുക. ആരാണത്? ഇൻപുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ഉപയോഗിച്ചിരിക്കുന്നത് cin ഒബ്ജക്റ്റ് ആണ്, അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ യൂസറോട് പറഞ്ഞു എൻ്റർ 2 നമ്പേഴ്സ്. അത് കാണുമ്പോൾ യൂസർ എന്ത് ചെയ്യും? കീബോർഡ് വഴി 2 നമ്പർ എൻ്റർ ചെയ്യും. അപ്പോൾ ആ cin ഒബ്ജക്റ്റ് ആ 2 നമ്പറിനെയും എടുക്കുന്നു. എവിടെ കൊണ്ട് സ്റ്റോർ ചെയ്തു? ശ്രദ്ധിക്കേണ്ട കാര്യം 1, 2 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കൺസെപ്റ്റിനാണ് എന്ത് പറയുന്നത്? പഠിച്ചു കഴിഞ്ഞാണ് കാസ്കേഡിങ്. എന്ത് കാസ്കേഡിങ്? കാസ്കേഡിങ് ഓഫ് ഇൻപുട്ട് ഓപ്പറേറ്റർ, റൈറ്റ്. അപ്പോൾ ഒന്നിലധികം ഡാറ്റ ഒരുമിച്ച് എന്ത് ചെയ്യുന്നു? ഇൻപുട്ടായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ്. അപ്പോൾ cin ഇൻപുട്ട് ഓപ്പറേറ്റർ എഴുതി നമ്പർ 1. അപ്പോൾ ഒന്നാമതായി യൂസർ എൻ്റർ ചെയ്ത ആ ഒരു നമ്പർ എന്താണെങ്കിൽ അത് എവിടേക്ക് വരും? നമ്പർ 1 എന്ന് പറയുന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടും. വീണ്ടും നമുക്ക് ഇൻപുട്ട് ഉണ്ട്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്തു? ഈ പറയുന്ന ഇൻപുട്ട് ഓപ്പറേറ്ററിനെ നമ്മൾ ഉപയോഗിച്ചു. രണ്ടാമത്തെ വേരിയബിളിൻ്റെ പേര് എഴുതി നമ്പർ 2. അപ്പോൾ രണ്ടാമതായി യൂസർ എന്താണോ എൻ്റർ ചെയ്തത് അത് നമ്പർ 2 എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടും. അങ്ങനെ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് സെമിക്കോളൻ ഇട്ടു. ഇനി ശ്രദ്ധിക്കുക, ഇതെന്ത് സ്റ്റേറ്റ്മെൻ്റ് ആണ്? ശ്രദ്ധിച്ചാൽ കാണാം. ഈ ആളെ ശ്രദ്ധിച്ചാൽ മതി. ഈക്വൽ ടു ആരാണത്? അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. സോ ഓട്ടോമാറ്റിക്കലി ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും? അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലേ? നമ്മൾ സം എന്ന് പറയുന്ന വേരിയബിൾ അല്ലെങ്കിൽ ഒരു മെമ്മറി ലൊക്കേഷൻ, അല്ലേ, അതിലേക്ക് എന്ത് ചെയ്യുന്നു? വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ സ്റ്റോറിങ് കാണിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈക്വൽ ടു എന്ന് പറയുന്ന ആ ഓപ്പറേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ് സ്റ്റോർ ചെയ്യുന്നത്? നമ്പർ 1 എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഉള്ളിലുള്ള നമ്പറും നമ്പർ 2 എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഉള്ളിൽ നമ്പറും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അരിത്മാറ്റിക് അഡീഷൻ പ്ലസ് അത് തമ്മിൽ കൂട്ടും. എവിടെ സ്റ്റോർ ചെയ്യും? സം എന്ന് പറയുന്ന വേരിയബിളിൽ നമ്മൾ സ്റ്റോർ ചെയ്യും. അപ്പോൾ എന്തായി? അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റായി. ദെൻ വീണ്ടും ശ്രദ്ധിക്കുക cout. അപ്പോൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റും ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റും വളരെ പെട്ടെന്ന് തിരിച്ചറിയാം. cout എന്ന് കണ്ടാൽ എന്ത് മനസ്സിലാക്കി? അതെന്ത് സ്റ്റേറ്റ്മെൻ്റ് ആണ്? ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. cin എന്ന് കണ്ടാലോ അത് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ cout ഇവിടെ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എഴുതി. ഒരു സ്ട്രിങ് ആണ് ഇവിടെ. ദ സം ഈസ്. ശ്രദ്ധിക്കുക, രണ്ടാമത് വീണ്ടും ആര് വന്നു? ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. ദെൻ സം എന്നുള്ള വേരിയബിൾ, അല്ലേ? അപ്പോൾ 2 തവണ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചു. അപ്പോൾ അഗെയിൻ ഇറ്റ്സ് എ കാസ്കേഡിങ് ഓഫ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. അപ്പോൾ ഏതൊക്കെ 2 ഐറ്റം? ഒന്ന് സ്ട്രിങ് ദ സം ഈസ് എന്ന് നമ്മൾ ഔട്ട്പുട്ട് ചെയ്യുന്നു. അതിനുശേഷം സം എന്ന് പറയുന്ന വേരിയബിളിനകത്തുള്ള വാല്യൂ. ആസ് യൂഷ്വൽ റിട്ടേൺ 0.
അപ്പോൾ സ്ട്രക്ചർ എങ്ങനെയാണ്? ആദ്യം ഹെഡർ ഫയൽസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഇവിടെ ഇപ്പോൾ ഒന്നേ ഉള്ളൂ. ആവശ്യമെങ്കിൽ ഒന്നിലധികം ഹെഡർ ഫയൽസ് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സെക്ഷനിൽ താഴെയായി ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ ആര് വരണം? യൂസിങ് നെയിം സ്പേസ്. നെയിം സ്പേസ് ഏതാണെന്ന് പറയണം. അതിനൊന്നും ഒരു മാറ്റവും ഇല്ല, അങ്ങനെ തന്നെ എഴുതണം. ദെൻ അടുത്ത് നമ്മൾ എന്ത് എഴുതും? മെയിൻ ഫംഗ്ഷൻ്റെ ഫംഗ്ഷൻ ഹെഡർ എഴുതും. ഇൻഡ് മെയിൻ പാരന്തസിസ് ഓപ്പൺ ക്ലോസ്, റൈറ്റ്. ദെൻ കർലി ബ്രാസസ് ഓപ്പൺ ചെയ്യും. പിന്നീടോ നമുക്ക് ആവശ്യമുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, അത് ഓരോ പ്രോഗ്രാമിൻ്റെയും ഒരു രൂപം അനുസരിച്ചുകൊണ്ട് വ്യത്യാസങ്ങളുണ്ടാവും. ഇവിടെ ഇങ്ങനെയാണ് എഴുതുന്നത്. ദെൻ ഏറ്റവും അവസാനം നമ്മൾ എന്ത് എഴുതും? റിട്ടേൺ 0, ദെൻ പാരന്തസിസ് ക്ലോസ്ഡ്. അപ്പോൾ ഇതാണ് ഒരു C++ പ്രോഗ്രാമിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആദ്യം ഹെഡർ ഫയൽ, ദെൻ നെയിം സ്പേസ്, ദെൻ മെയിൻ ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷൻ്റെ പാരന്തസിസിൻ്റെ ഉള്ളിൽ കർലി ബ്രേസസിൻ്റെ ഉള്ളിൽ നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ, റൈറ്റ്. ഇനി നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എന്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്? ഓക്കെ, കമ്പയൽ ചെയ്തു, ബിൽഡ് ചെയ്തു, ദെൻ എക്സിക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം എന്ത് പറഞ്ഞു? എൻ്റർ 2 നമ്പേഴ്സ്. അപ്പോൾ ഞാൻ എഴുതി 20, 20. ഒരു സ്പേസ് അവിടെ ഇടണം, എന്നാൽ 2 ഇൻപുട്ടായിട്ട് സ്വീകരിക്കുള്ളൂ. ദെൻ എൻ്റർ പ്രസ് ചെയ്യുമ്പോഴാണ് ഈ 20ഉം 20ഉം എന്ത് ചെയ്യുന്നത്? നമ്പർ 1ലേക്കും നമ്പർ 2ലേക്കും സ്റ്റോർ ചെയ്യുക. ഞാൻ എൻ്റർ പ്രസ് ചെയ്തു. അപ്പോൾ നമ്പർ 1ലേക്കും നമ്പർ 2ലേക്കും ആ 20, 20 കയറി അവിടെ അഡീഷൻ സംഭവിച്ചു. നേരത്തെ കണ്ട ആ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ? ദ സം ഈസ്. അതാണ് നിങ്ങൾ എന്ത് കാണുന്നത്? ഇവിടെ കാണുന്നത് ദ സം ഈസ്. ദെൻ രണ്ടാമത്തെ ഔട്ട്പുട്ട് ചെയ്യുന്ന ഡാറ്റ ഐറ്റം 40 എന്താണ്? 20 ആഡ് ചെയ്താണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്.